മറ്റു സിനിമാ ഇൻഡസ്ട്രികളിൽ ചെറിയ ഭാഗം മാത്രമായിരുന്ന മലയാള സിനിമ ഇന്ന് വലിയ നേട്ടങ്ങളിലേക്കാണ് കുതിച്ചു കയറുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തമിഴിലേക്ക് നോക്കൂ, ഇല്ലെങ്കിൽ ഹിന്ദിയിലേക്ക് നോക്കൂ, ജപ്പാനിലേക്ക് നോക്കുന്നൊന്നും ആരും പറയണം, മലയാള സിനിമ മാറി. പല വമ്പൻ ഇൻഡസ്ട്രികളെയും കളക്ഷനിൽ അടിച്ചൊതുക്കി മുന്നേറുന്ന മോളിവുഡിനെ കാത്ത് ഒരു വമ്പൻ നേട്ടമാണുള്ളത്. ചരിത്രത്തിൽ ആദ്യമായാണ് 1000 കോടി കളക്ഷൻ എന്ന നേട്ടത്തിലേക്ക് മലയാള സിനിമ എത്തുന്നത്. മറ്റു ഭാഷകളിലെ സിനിമാ വ്യവസായവും തിയേറ്ററുകളും കിതയ്ക്കുമ്പോഴാണ് മലയാളം വലിയ നേട്ടമുണ്ടാക്കുന്നത്. തമിഴിലും തെലുങ്കിലും ഒന്നും ഈ വർഷം ശ്രദ്ധേയമായ തിയേറ്റർ ഹിറ്റുകൾ ഒന്നും പിറന്നിട്ടില്ല. എന്നാൽ മലയാളത്തിലാവട്ടെ ഇറങ്ങിയ വമ്പൻ സിനിമകളിൽ ഭൂരിഭാഗവും ഹിറ്റ്, സൂപ്പർ ഹിറ്റ്, ബ്ലോക്ക് ബസ്റ്റർ, ഇൻഡസ്ട്രി ഹിറ്റ് എന്നിങ്ങനെ നീളുന്നു. കണ്ടന്റ് കൊണ്ടും മേക്കിംഗ് ക്വാളിറ്റി കൊണ്ടും മലയാളം മറ്റ് ഇൻഡസ്ട്രികൾക്ക് മാതൃകയാവുന്ന കാഴ്ചയാണ് ഈ വർഷം കാണാൻ കഴിഞ്ഞത്. അത് തന്നെയാണ് സിനിമകൾക്കും മറ്റു ഭാഷകളിൽ ലഭിച്ച സ്വീകാര്യത തെളിയിക്കുന്നത്. 2018 രോമാഞ്ചം, കണ്ണൂർ സ്ക്വാഡ്, RDX, നേരി എന്നീ വിജയ ചിത്രങ്ങൾ പിറന്ന കഴിഞ്ഞ വർഷം 500 കോടിയോളമായിരുന്നു മലയാള സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. ഇക്കൊല്ലം 6 മാസം കൊണ്ട് വെറും 8 സിനിമകളിലൂടെയാണ് 1000 കോടിയിലേക്ക് എത്തിയത്. അടുത്തിടെ 100 കോടി കടന്ന സിനിമകളുടെ വരുമാനത്തിൽ നല്ലൊരു പങ്കും കേരളത്തിന് പുറത്തു നിന്നാണ്. 100 കോടിയോളം രൂപയാണ് ഡബ് ചെയ്യാതെ പ്രദർശനത്തിനെത്തിയ മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്ന് വാരിയെടുത്തത്. അമേരിക്കയിൽ ആദ്യമായി $1 ദശലക്ഷം നേടിയ ഈ സിനിമ കർണാടകയിലും 10 കോടിക്കടുത്ത് നേടി. പ്രേമലു, ഭ്രമയുഗം, ആടുജീവിതം എന്നിവയും ഇതര ഭാഷകളിൽ വിജയമായി. ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ 985 കോടിയോളം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ മോളിവുഡ് ഈ മാസം ടർബോ, ഗുരുവായൂരമ്പല നടയിൽ തുടങ്ങിയ ചിത്രങ്ങളുടെ വിജയത്തോടെ വരുമാനത്തിൽ നേട്ടത്തിൽ 1000 കോടിയും കടന്നു മുന്നേറും.